നമസ്കാരം മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ലേസറും ആധുനിക ദന്ത ചികിത്സയും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുമായി സൺറൈസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ജയരാജ് നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ആധുനിക ദന്ത ചികിത്സയിൽ ലേസറിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്? ആധുനിക ദന്ത ചികിത്സയിൽ ഒരുപാട് മേഖലകളിൽ ലേസർ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ചികിത്സകളിലും നമുക്ക് വേണമെങ്കിൽ ലേസർ ഉപയോഗിക്കാം. അത് പല്ലിൻ്റെ ഗ്രൈൻഡിങ്, അതായത് കേടുവന്ന പല്ലുകൾ മാറ്റം വരുന്നത് മുതൽ മൈനർ സർജറി വരെയുള്ള എല്ലാ മേഖലകളിലും നമുക്ക് വേണമെങ്കിൽ ലേസർ ഉപയോഗിക്കാവുന്നതാണ്. ഈ ദന്ത ചികിത്സയ്ക്ക് ലേസർ ഉപയോഗിക്കാം, അതിന് പ്രത്യേകിച്ച് ഈ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ലേസർ ഉപയോഗിക്കുമ്പോൾ പലർക്കും ഉള്ള പല ആശങ്കകളുമാണ്. ലേസർ ട്രീറ്റ്മെന്റ് എത്രത്തോളം അത് യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ അതുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, അതിന് പ്രത്യേകിച്ച് ദൂഷ്യഫലങ്ങളുണ്ടോ? ഈ ദന്ത ചികിത്സയ്ക്ക് ലേസർ ഉപയോഗിക്കാമോ? ദന്ത ചികിത്സയ്ക്ക് ലേസർ ഉപയോഗിക്കാം. ലേസർ ഉപയോഗിക്കുന്നതിന് ദൂഷ്യഫലങ്ങളൊന്നുമില്ല. വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ കൃത്യമായിട്ടുള്ള ഓരോ പേഷ്യൻറ്റിനും ഉള്ള സെറ്റിങ്സ് ഉപയോഗിച്ചിട്ട് വളരെ കറക്റ്റായിട്ട് തന്നെ സേഫ്റ്റി ആയിട്ട് തന്നെ ലേസർ ഉപയോഗിക്കുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു ദൂഷ്യവശങ്ങളും ഉണ്ടാവില്ല. ഈ ലേസർ ട്രീറ്റ്മെന്റിന്റെ ഒരു സയന്റിഫിക് വേർഷൻ അല്ലെങ്കിൽ സയന്റിഫിക് സൈഡ് അല്ലെങ്കിൽ അതെങ്ങനെയാണ്? ലേസർ ട്രീറ്റ്മെന്റിന്റെ ഒരു സയന്റിഫിക് സൈഡ് എന്താണ്? ലേസർ എന്ന് പറയുന്നത് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അതായത് ഐൻസ്റ്റൈൻ്റെ തിയറി അനുസരിച്ചാണ്, സ്റ്റിമുലേറ്റഡ് എമിഷൻ തിയറി അനുസരിച്ചാണ് ലേസർ വർക്ക് ചെയ്യുന്നത്. അതായത് ഓർഡിനറി ലൈറ്റ് അല്ലെങ്കിൽ സാധാരണ വെളിച്ചം പല മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ശാക്തീകരിക്കപ്പെട്ട് അത് ഒരു സർജിക്കലായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു റേ ആയിട്ട് അല്ലെങ്കിൽ ഒരു കിരണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു കോൾ ഉണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ എന്റെ പല്ല് രണ്ടെണ്ണം പറിച്ചു കളയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പറിച്ചു കളഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിട്ട്, കാണാൻ ഭംഗി ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ അതിന് ആഫ്റ്റർ ഇഫക്റ്റ് വല്ലതും ബുദ്ധിമുട്ട് വല്ലതും വരും നമുക്ക്? പല്ല് പറിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലെ മുൻനിരയിലെ പല്ലുകളാണോ പറിച്ചുള്ളത്, അല്ലെങ്കിൽ പുറകില് കേടുവന്നുള്ള പല്ലുകളാണോ? അതെ, ഫ്രണ്ടിലൊരു 4 പല്ലിന്റെ 2 സൈഡിലുള്ള ഓരോ പല്ല് പറിച്ചളയേണ്ടി വരും. ഇപ്പൊ മനസ്സിലായി. പല്ല് കമ്പിടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെ? പല്ല് ചാടിയിരിക്കുക, പല്ല് ലെവല് കറക്റ്റ് കൃത്യമായിട്ടുള്ള നിരയിലായിട്ട് അല്ലാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ 4 പല്ലുകൾ എടുത്തിട്ട് നമുക്ക് പല്ല് കമ്പിയിട്ട് ശരിയാക്കാവുന്നതാണ്. അതുകൊണ്ട് വലിയ ദോഷവശങ്ങളൊന്നും വരികയില്ല. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് പല്ലെടുത്ത് മാറ്റി അതിന് ശേഷം പല്ല് കമ്പിയിട്ട് ആ വിടവ് കറക്റ്റായിട്ട് ശരിയാക്കി കഴിയുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് വരാനില്ല. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ പലർക്കുള്ളൊരു ധാരണയാണ് ലേസർ ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ലേസർ ഉപയോഗിക്കുമ്പോൾ അതൊരു ക്യാൻസർ കോസ് ആവാറുണ്ട്. അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു? ലേസർ എന്ന് പറയുന്നത് ഒരു അയണൈസിങ് ആയിട്ടുള്ള റേഡിയേഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഗാമ റേസ്, എക്സ്റേസ്, റേഡിയോ വേവ്സ്, അപ്പോൾ അങ്ങനെയുള്ള റേഡിയേഷൻസ് ഉപയോഗിക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസറിന് കാരണമാകുന്ന അയണൈസിങ് റേഡിയേഷൻസ്. ഈ വകയിലുള്ള ഒരു റേഡിയേഷൻ അല്ല ലേസർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേസർ ഉപയോഗിക്കുന്നുണ്ട് ക്യാൻസർ എന്ന അസുഖം വരികയില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ജനിതകമായിട്ട് പറയുകയാണെങ്കിൽ ഓരോ സെല്ലുകളിലുള്ള ക്രോമസോമിലോ അല്ലെങ്കിൽ ജീനുകളിലോ വ്യത്യാസങ്ങൾ അതുകൊണ്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ലേസർ ഉപയോഗം ക്യാൻസർ കാരണമാവുന്നില്ല. ഈ ലേസർ ട്രീറ്റ്മെന്റ് നമുക്ക് എന്തിനൊക്കെയോ അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് പല്ലിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ലേസർ ട്രീറ്റ്മെന്റ് ഇപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ പലതരത്തിലുള്ള ലേസറിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയോഡ് ടൈപ്പ് ഓഫ് ലേസറാണ്. പിന്നെ എർബിയം യാഗ് ലേസർ, എർബിയം ക്രോമിയം യാഗ് ലേസർ, ഹോൾമിയം ലേസർ, ND-YAG ലേസർ, ഇങ്ങനെയുള്ള ഓരോ തരം ലേസറുകളും ഉപയോഗിക്കാം. ഈ ഓരോ ലേസറുകളും ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഡയോഡ് ലേസർ ആണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ടിഷ്യൂ. നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. ഒരു കോൾ ഉണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, എന്റെ പേര് രാജൻ, കടവന്ത്രയെന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ ചോദിച്ചോളൂ. മോന് വേണ്ടിയിട്ടായിരുന്നു. ചോദിച്ചോളൂ. മോന് 4 വയസ്സായി. ഓക്കെ. ഹലോ. കേൾക്കുന്നുണ്ട്. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ. മോന് വേണ്ടിയിട്ട് വിളിക്കുന്നത്. ഇത് എറണാകുളത്ത് കടവന്ത്രയെന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. മോനിപ്പോ 4ാം ക്ലാസ്സിലായിരുന്നു. അപ്പോ അവന്റെ ഫ്രണ്ടിലുള്ള 4 പല്ല് കൂടാതെ അടുത്ത ഒരു, അതായത് അണപ്പല്ലിന്റെ ഏറ്റവും ഫസ്റ്റ് ഉള്ളത്, അത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ അവൻ ചിറ്റ് അടിച്ചോണ്ടിരിക്കുന്നത് പൊട്ടിപ്പോയി.
ഓക്കെ 4 വയസ്സ്. അപ്പൊ അതിന്റെ പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ടകത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് എടുത്തു കളയണോ, രണ്ടാമത് കഴിഞ്ഞാൽ അവിടെ അത് വരാൻ സാധ്യതയുണ്ടോന്ന് അറിയണം. സാധാരണഗതിയിൽ 4 വയസ്സാവുകയാണെങ്കിൽ എല്ലാ പല്ലുകളും വരാനായിട്ടൊരു 12 മുതൽ 14 വയസ്സ് വരെ ആകും. പിന്നെ ഈ ഒടിഞ്ഞു പോയ പല്ല് എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡെസിഡ്യൂസ് അല്ലെങ്കിൽ പാൽപ്പല്ലായിരിക്കാം. പാൽപ്പല്ലാണെങ്കിൽ അതൊന്ന് ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ട്, ഡെന്റൽ സർജനെ കണ്ട് നോക്കുന്നത് നല്ലതായിരിക്കും. പാൽപ്പല്ലല്ല എന്തെങ്കിലും രീതിയിൽ, ഇപ്പോൾ പാൽപ്പല്ലല്ല ഈ ഒരു ഏജ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് പല്ലിൻ്റെ ഇതനുസരിച്ച് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഒരു ഫസ്റ്റ് മൊളാർ അല്ലെങ്കിൽ താഴെ വരുന്ന ആദ്യത്തെ അണപ്പല്ല് ആണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്തു കളയേണ്ട ആവശ്യമില്ല, അത് അല്ലാതെ തന്നെ സംരക്ഷിക്കാൻ പറ്റും. അല്ല പാൽപ്പല്ലുകളാണ് എന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ടർ ആണെങ്കിൽ എടുത്തു കളയുന്നതായിരിക്കും നല്ലത്. ഇൻഫെക്ടർ അല്ല ഒരു സാഹചര്യത്തിൽ ബെറ്റർ ചോയ്സ് വെച്ചാൽ ഒരു നല്ലൊരു ഡെന്റൽ ഡോക്ടറെ കണ്ട് ഒന്ന് പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നിട്ട് തീരുമാനം എടുക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് ഞാൻ പറയുന്നു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തിനൊക്കെയാണ് ലേസർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ലേസർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്ന? സോഫ്റ്റ്, സാധാരണ ഇതിൽ 2 ലേസർ, ഹാർഡ് ലേസേഴ്സിനല്ല ലേസർ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമം അനുസരിച്ചിട്ട് സോഫ്റ്റ് ടിഷ്യൂ ലേസർ, ഹാർഡ് ടിഷ്യൂ ലേസർ എന്നിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. സോഫ്റ്റ് ടിഷ്യൂ ലേസറായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എർബിയം ഡയോഡ് ലേസറാണ് സോഫ്റ്റ് ടിഷ്യൂ ലേസർ ഉപയോഗിക്കുന്നത്. എർബിയം ടൈപ്പ് ഓഫ് ലേസർ നമുക്ക് സോഫ്റ്റ് വേർഷനിൽ സോഫ്റ്റ് ലേസറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഡയോഡ് ലേസർ സാധാരണ അത് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മോണകളുടെ കറുപ്പ് നിറം മാറ്റുക. പല്ല് ഇപ്പോൾ പൊട്ടിപ്പോയിട്ട് ഇപ്പോൾ റൂട്ട് കനാൽ ചെയ്ത പല്ലുകളാണെങ്കിൽ അത് പുറത്തേക്ക് അധികം പുറത്തേക്കില്ല, വളരെ കുറച്ച് ഭാഗം മാത്രമേ പല്ലുകളുള്ളൂ. അത് ക്രൗൺ കുറച്ചും കൂടി ലെങ്തൻ ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലുകൾക്കിടയിൽ വിടവുണ്ടാക്കുന്ന ഫ്രീനം, അത് അറ്റാച്ച്മെൻറ്റ്സ്, അത് നാക്കിൻ്റെ ഫ്രീനം, നാക്കിൻ്റെ വള്ളി അല്ലെങ്കിൽ ഫ്രീനം, അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഹാർഡ് ടിഷ്യൂ ലേസറായി പല്ല് കട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. സർജറിക്ക് വേണ്ടിയിട്ട് ഓറൽ ആൻഡ് മാക്സിലറി സർജറികൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഡെന്റൽ വരുന്ന ഒരുമാതിരി എല്ലാ രീതിയിലും ഉപയോഗിക്കാം. പിന്നെ ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ ബയോസ്റ്റിമുലേഷൻ എന്നൊരു പ്രൊസീജിയറുണ്ട്. അതായത് ഇപ്പോൾ നെർവ് ഇഞ്ചറി വന്ന കേസുകളിൽ, അല്ലെങ്കിൽ ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റ്, താടിയെല്ലുകളുടെ ജോയിൻറ്റ്, നമ്മുടെ മുട്ടിൻ്റെ എല്ല് പോലെ ജോയിൻറ്റ് പോലെയുള്ള ജോയിൻറ്റുകളുണ്ട്. അതിൽ വേദന വന്നു കഴിഞ്ഞാൽ നെർവ് മൂലമുണ്ടാകുന്ന ന്യൂറാൾജിയകളിൽ ഉപയോഗിക്കാം. അങ്ങനെ ഡിപ്പെൻഡിങ് അപ്പോൾ അങ്ങനെ പല ഇതനുസരിച്ച് ഓരോ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ മോണകളുടെ കറുപ്പ് നിറം പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അതിന് കംപ്ലീറ്റ് ആയിട്ടും ലേസർ ചികിത്സ ഫലപ്രദമാണോ? മോണകളുടെ കറുപ്പ് നിറം നമുക്ക് ലേസർ ചികിത്സ കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ ഹാഫ് ആൻ അവർ പ്രൊസീജിയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ജസ്റ്റ് ഒരു ടോപ്പിക്കൽ അല്ലെങ്കിൽ സർഫസ് അനസ്തേഷ്യ, ഇഞ്ചക്ഷൻ്റെ ആവശ്യമില്ല. ഒരു സർഫസിൽ മോണയിൽ പുരട്ടാവുന്ന അനസ്തേഷ്യ ഉപയോഗിച്ചിട്ട് അത് മാറ്റാവുന്നതാണ്. വളരെ ചെറിയൊരു ലെയർ സ്കിൻ മ്യൂക്കസ് മെമ്പറൈൻ മാത്രമേ നമ്മൾ അതിലെടുത്ത് മാറ്റുന്നുള്ളൂ. പിന്നെ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് വേദന ഉണ്ടാവില്ല, ഹീലിംഗ് ടൈം അൺഈവൻഫുൾ ആയിരിക്കും, വേറെ ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരില്ല. അങ്ങനെ ഒരുപാട് നല്ല വശങ്ങൾ അല്ലെങ്കിൽ ഗുണവശങ്ങൾ അതിനുണ്ട്. ഈ ലേസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കഴിക്കണം, ഇത് പാടില്ല അത് അങ്ങനെയൊക്കെ എന്തെങ്കിലും? ലേസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വേറെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിലോ അല്ലെങ്കിൽ അതിന് അങ്ങനെ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ പഥ്യങ്ങളൊന്നുമില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലേസർ ചെയ്ത ഭാഗം നമ്മൾ റബ്ബ് ചെയ്യരുത്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ ചെറിയ പെയിൻ, വേദന എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് പാരസിറ്റമോൾ അല്ലെങ്കിൽ ചെറിയ വേദന സംഹാരി ഗുളികൾ നമ്മൾ കഴിക്കാവുന്നതാണ്. വേറെ അങ്ങനെ അല്ലാതുള്ള ഇതൊന്നും നമുക്കില്ല. നമുക്കൊരു കോൾ ഉണ്ട്. ഓക്കെ, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഇത് കണ്ണൂരിൽ ബിനിലാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ കേൾക്കാം. സാർ, ഇത് എന്റെ പല്ല് ഞാൻ എല്ലാ 2 മാസം ഗുണം ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ക്ലീൻ ചെയ്ത് ഒരു മാസം കഴിയുമ്പോൾ 2ാമത്തെ പ്ലക്ക് വന്നിട്ട് വായുനാറ്റം വരുന്നു, ചെറുങ്ങനെ ബ്ലീഡിംഗ് ഉണ്ട്. ഓക്കെ. ഷുഗർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡയബറ്റീസ്? ഷുഗർ ഒന്നുമില്ല. ഷുഗർ ഇല്ല. 2 മാസം കൂടുമ്പോഴേക്കും ഇങ്ങനെ കാൽക്കുലസ് അഴുക്ക് വന്നിട്ട് പ്ലാക്ക് വന്നിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട് അല്ലേ? ഹലോ. അപ്പൊ അത് സാധാരണഗതിയിൽ ചെയ്യുന്ന നമുക്ക് പല്ല് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ആൽക്കുലസ് അക്യുമുലേഷൻ വരുന്നത് എന്ത് കാരണം കൊണ്ട് നമുക്ക് നോക്കണം. ചിലപ്പോൾ നിര തെറ്റിയല്ലാത്ത പല്ലുകൾ, ഇടംപല്ലുകളൊക്കെ ഉണ്ടെങ്കിലോ, മോണൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട് വന്നിട്ട് മോണ കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലോ, ഈ മോണരോഗം മാറിയിട്ട് അടുത്ത ഒരു പല്ലിൻ്റെ പെരിഡോൺഷ്യം,
അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അറ്റാച്ച്മെൻറ്റ് ബാധിക്കുന്ന ഭാഗത്ത് വന്നാൽ അതുകൊണ്ടാണോ, അതൊന്ന് നല്ല വിദഗ്ധരായ ഡോക്ടറെ കണ്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ക്ലീനിങ് ചെയ്യുന്നത് 6 മാസത്തിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യുന്നുണ്ട്, ഒരു ദോഷവും പല്ലിന് വരികയില്ല. അത് ക്ലീൻ ചെയ്യുന്നത് ഗ്രൈൻഡിങ് പോലുള്ള ഇൻസ്ട്രുമെൻ്റ് അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു അൾട്രാസോണിക് ആയിട്ടുള്ള വളരെ ചെറിയൊരു വൈബ്രേഷൻ വെച്ചിട്ട് നമ്മൾ പല്ലിൻ്റെ ക്ലീൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനാമലിന് നാശമോ പുളിപ്പോ ഒന്നും വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ലൊരു വിദഗ്ധനായ ഡോക്ടറെ കണ്ടത് കാണിക്കുന്നതല്ലായിരിക്കും. അത് ഒരു മോണരോഗ വിദഗ്ധനെ തന്നെ കാണിക്കുന്നതായിരിക്കും. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഡയോഡ് ടൈപ്പ് ഓഫ് ലേസറുകൾ നമ്മൾ ഹാർഡ് ലേസർ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടിഷ്യൂ അനുസരിച്ച് നമുക്ക് ഹാർഡ് ടിഷ്യൂ ലേസർ അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂ ലേസർ എന്ന് പറയാം. അപ്പോൾ സോഫ്റ്റ് ടിഷ്യൂ ലേസറായിട്ട് സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത് ഡയോഡ് ലേസറാണ്. അതുപോലെ തന്നെ എർബിയം ഉപയോഗിക്കാം. സോഫ്റ്റ് ടിഷ്യൂ മോഡിൽ നമുക്ക് എർബിയം വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ എർബിയം യാഗ് ലേസർ, എർബിയം ക്രോമിയം യാഗ് ലേസർ, ND യാഗ് ലേസർ, ഹോൾമിയം യാഗ് ലേസർ, ആർഗോൺ ലേസർ, ഇങ്ങനെ ഒരുപാട് പല തരത്തിൽ ഓരോ സിറ്റുവേഷൻ ഓരോ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ ടാർഗറ്റ് ടിഷ്യൂ അനുസരിച്ച് നമുക്ക് പല രീതിയിലുള്ള ലേസർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ വായ്പുണ്ണ് പലരുടെയും ഒരു പ്രശ്നമാണ്. വായ്പുണ്ണ് ഈ ലേസർ ട്രീറ്റ്മെന്റ് എത്രത്തോളം ഗുണകരമാണ്? വായ്പുണ്ണിന് ലേസർ ചികിത്സ വളരെ ഫലപ്രദമാണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ചെറിയ ഒരു ലേസർ ബീം അത് കോൺസെൻട്രേറ്റ് ചെയ്യണം, നോൺ കോണ്ടാക്ട്, തൊടാതെ, ആ വായ്പുണ്ണിൽ തൊടാതെ തന്നെ. അങ്ങനെ നമുക്ക് ആ അതിൻ്റെ സർഫസിലുള്ള പ്രോട്ടീൻ കോയാഗുലേഷൻ സാധിക്കുകയും അതുകൊണ്ട് വേദന ഇല്ലാതിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ബാക്ടീരിയൽ രോഗാണുക്കളുടെ അളവിനെ അവിടെ കുറക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ വായ്പുണ്ണ് പെട്ടെന്ന് ഉണങ്ങുന്നതിനും പിന്നെ ഡിസ്കംഫർട്ട് ഇല്ലായിരിക്കാനും സാധിക്കും. നമുക്കൊരു കോൾ കൂടി. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ കുമ്പളത്തുനിന്ന് ഒരു മിനിസ്റ്റാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ മോൻ 10 വയസ്സുള്ള പയ്യനാണ്. ഓക്കെ, പറഞ്ഞോളൂ. സ്കൂളിൽ പഠിച്ചത് സ്കൂളിൽ വീണു, കണ്ടിട്ട് ഒരു പല്ല് ഒടിഞ്ഞു പോയി, പകുതി വെച്ച് ഒടിഞ്ഞു. ഫ്രണ്ടിലെ പല്ലാണോ മുമ്പ് ഭാഗത്തെ പല്ലാണോ? പകുതി വെച്ച് ഒടിഞ്ഞു പോയി. അപ്പൊ അതിന്റെ പല്ല് വെച്ചിട്ട് നീണ്ടു നിൽക്കണം. അപ്പൊ അത് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് മാറ്റാൻ പറ്റുമോ? അടുത്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ കുറെ അധികം സമയമായിട്ടുണ്ടോ? കുറച്ച് നാളായിട്ടുണ്ടോ? ഇപ്പൊ ഒരു ഏകദേശം ഒരു 6-7 മാസമായിട്ടുണ്ട്. സാധാരണഗതിയിൽ ചെറുതായിട്ടുള്ള പല്ലിൽ വരുന്ന ഒടിവുകൾ വളരെ ചെറുതായിട്ടുള്ള പൊട്ടലുകളാണെങ്കിൽ നമുക്ക് അത് ഒരു പല്ലിന്റെ കളറുള്ള കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് അടക്കുവാൻ സാധിക്കും. അതുമല്ല, അത് കുറച്ച് പകുതി പോലും ഒടിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പല്ല് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആദ്യം ചെയ്യേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ആ പല്ലിന്റെ ഒരു എക്സ്റേ എടുത്ത് നോക്കിയിട്ട് പല്ല് മുഴുവനായിട്ട് അതിന്റെ വേര്, കുട്ടിയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേര് മുഴുവനായിട്ട് വളർന്നിട്ടുണ്ടോ എങ്കിൽ അതിന് റൂട്ട് കനാൽ ചികിത്സ ചെയ്തതിന് ശേഷം ഒരു പല്ലിന് ക്യാപ്പ് പോലെ, ഒരു ക്രൗൺ പോലെ നമുക്കത് ചെയ്യാവുന്നതാണ്. അത് ചെയ്യണം. അധികം കാലം ഇങ്ങനെ വെച്ചിട്ടിരിക്കണം ശരിയല്ല. കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ വരുവാനും പിന്നീട് അത് പല സിസ്റ്റ് അങ്ങനെയൊക്കെ ആയി മാറുവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് നല്ലതാണ്. ഈ വായ്പുണ്ണിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് പലരും കാണാറുണ്ട്. ഈ ലേസർ ട്രീറ്റ്മെന്റ് ഒരു ഓൾവേസ് എപ്പോഴാണെങ്കിലും അത് പിന്നീട് ഒരിക്കലും വരാതിരിക്കുന്ന അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് അല്ലല്ലോ അല്ലേ? പെർമനന്റ് സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണങ്ങൾ ഒരു വായ്പുണ്ണ് അല്ലെങ്കിൽ ആഫ്റ്റർ സൾസർ മൈനർ, ചെറുതുണ്ട്, മേജറുണ്ട്. അപ്പോൾ ആഫ്റ്റർ അൾസർ വായിൽ വരുന്ന പുണ്ണുകൾ മുഴുവനായിട്ടും തന്നെ പല കാരണം കൊണ്ട് ആയിരിക്കും വരുന്നത്. ചിലത് വെച്ചാൽ ട്രോമ, നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ വരാം, അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള പല്ലുകൾ കൊണ്ടിട്ട് വരാം. അതുമല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റമിൻ ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് വരാം. വയറിന് ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാം. വൈറൽ അല്ലെങ്കിൽ വൈറൽ അസുഖങ്ങൾ അല്ലെങ്കിൽ ബാക്ടീരിയൽ രോഗങ്ങൾ കൊണ്ട് വരാം. അങ്ങനെ ഓരോരോ കാരണങ്ങളനുസരിച്ചുള്ള ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ലേസർ ഒരു പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് അത് മുഴുവനായിട്ട് മാറുന്നു എന്നല്ല, നമുക്ക് ആ വരുന്ന അൾസറിൻ്റെ വേദന മാറ്റുവാനും അത് പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യുവാനും സാധിക്കും. അതുപോലെ തന്നെ ആ വേദന കൊണ്ട് ഇപ്പോൾ എല്ലാവരും ഈ വേദന അനുഭവിച്ചിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചുള്ള അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് അറിയാൻ പറ്റും. അവർ ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ച് നമുക്കത് ഒരു അതിൻ്റെ ആ ബുദ്ധിമുട്ടില്ലാതെ തന്നെ അവരുടെ ജോലി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വശം. മൈ ഡോക്ടറിൽ ഇടവേളയ്ക്ക് സമയമായിട്ടുണ്ട്. മൈ ഡോക്ടറിൽ ഒരു ഇടവേള. എവർലാസ്റ്റ് അലൂമിനിയം റൂഫിംഗ് ഷീറ്റ്സ് ഇപ്പോൾ കൂടുതൽ വീതി, കൂടുതൽ കവറേജ്. ഹിൻഡാൽകോ അലൂമിനിയം രംഗത്തെ വിശ്വപ്രമുഖരിൽ നിന്ന്. ചിന്തിക്കൂ മലയോളം. What's the G-Bus? Hey, What's the G-Bus? What you got to say? What you got to say? What's the G-Bus? What's the G-Bus?
a feeling called G-Pass. മൈ ഡോക്ടർ തുടരുന്നു. ഡോക്ടർ, ഈ ഡെന്റൽ ട്രീറ്റ്മെന്റിൽ മറ്റുള്ള ചികിത്സകളെ അപേക്ഷിച്ച് ലേസർ ട്രീറ്റ്മെന്റിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ട്രീറ്റ്മെന്റിനുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ദന്ത ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആളുകളിലും, ഇപ്പോൾ ചെറിയ കുട്ടികളിലായാലും വലിയവരിലായാലും തന്നെ ഒരു ഭയം എന്നുള്ളൊരു പ്രശ്നമാണ്. ഡോക്ടർ ഒരു ഗ്രൈൻഡിങ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, പല്ല് ഗ്രൈൻഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒരു ഭയം, ഇപ്പോൾ ആർക്കായാലും ഒരു ഭയമുണ്ട്, പേടി എന്ന് പറഞ്ഞ സംഗതി. ലേസർ ചികിത്സ എന്ന് പറഞ്ഞെങ്കിൽ ആ ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ സാധാരണ അതിലിപ്പോൾ ഒരു ചെറിയ മൈനർ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഇഞ്ചക്ഷൻ കൊടുക്കണം, അതിന് വേദന ഉണ്ടാവും. അതിന് ശേഷം ഒരു പല്ലെടുത്ത് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ചെയ്തതിന് ശേഷം ആ ചെയ്യുന്ന സമയത്ത് ലോക്കൽ മരവിപ്പിച്ചെങ്കിലും ശേഷം നമുക്കൊരു വേദന ഉണ്ടാവും. ഇപ്പോൾ ഒരു ചെറിയ അൾസറാണ്, അത് കറക്റ്റ് എന്തെങ്കിലും മുറിവാണെങ്കിൽ കറക്റ്റ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവും. അപ്പോൾ ഈ ലേസറിനെ സംബന്ധിച്ചോളം, പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ലേസറിനെ സംബന്ധിച്ചോളം ആഫ്റ്റർ ഹീലിംഗ് പ്രോസസ്സ് അൺഈവൻഫുൾ ആയിരിക്കും. അത് നമ്മൾ അറിയണമെന്ന് തന്നെയില്ല. സാധാരണ നമ്മൾ അങ്ങനെ ഒരു ചെറിയൊരു ഗമ്മ കറക്ഷൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു ഒതുങ്ങി മാത്രമേ പേഷ്യൻ്റ് അറിയുള്ളൂ, ഇങ്ങനെ ഒരു പ്രൊസീജിയർ എൻ്റെ വായിൽ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ കണ്ണാടി നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫോളോ അപ്പിന് വരുമ്പോൾ പേഷ്യൻ്റ് അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളതായിട്ട് അവർക്കറിയില്ല. പിന്നെ ഒരു മരുന്ന് ചിലപ്പോൾ ഒരു പെയിൻ കില്ലർ കഴിക്കേണ്ടി വരും, വളരെ അപൂർവമായിട്ട് മാത്രം. പിന്നെ അതുകൊണ്ട് ഒരു പേടി എന്നുള്ള ആസ്പെക്റ്റ് അവിടെ കുറക്കാൻ സാധിക്കും. പിന്നത്തെ ഒരു വശം ഈ ഹാർട്ട് ടിഷ്യൂ ലേസറിൽ ഉപയോഗിച്ച് ചെയ്യുന്ന പല്ല് കട്ടിങ്ങുകൾ വളരെ കൺസർവേറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു പല്ല് കട്ടിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കേട് കംപ്ലീറ്റ് മുഴുവനായിട്ട് എടുത്ത് മാറ്റുമ്പോഴേക്കും ഒരു നോർമൽ ടീത്ത് സ്ട്രക്ചർ, പല്ലിൻ്റെ സ്ട്രക്ചറും അത് ടൂത്ത് സ്ട്രക്ചറും അതിൻ്റെ അത് പോകും. പക്ഷേ ഹാർട്ട് ടിഷ്യൂ ലേസർ, എർബിയം പോലെ ലേസർ കഴിഞ്ഞാൽ അത് വളരെ കൺസർവേറ്റീവായിട്ട് ആ നാച്ചുറൽ സ്ട്രക്ചറിനെ പല്ലിനെ അവിടെ നിർത്തിക്കൊണ്ട് ആ കേടുവന്ന ഭാഗം മാത്രം എടുത്ത് നമുക്ക് മാറ്റുവാൻ നമുക്ക് സാധിക്കും. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, കേൾക്കാം. ഇത് ചെറിയ ഒരു 4 വയസ്സൊരു കുട്ടി പണ്ടുവനായിട്ട് ക്ലിയർ ആവുന്നില്ല, വ്യക്തമാവുന്നില്ല. താങ്കളുടെ ശബ്ദം വ്യക്തമാവുന്നില്ല. എന്റെ പേര് സിദ്ദിഖ്, കാലിക്കറ്റ് ഉണ്ട്. ആ, ഓക്കെ. 4 വയസ്സായ മകനുണ്ട് എനിക്ക്. 4 വയസ്സിൽ അവർക്ക് പണ്ടുവനായിട്ട് ഇടയ്ക്ക് പരിഹാരം പണ്ടുവനാറുണ്ട്, അങ്ങനെ ഭയങ്കരമായ പണ്ടുവന വരും. പല്ലുവേദന വരുന്നുണ്ടല്ലേ? ഓക്കെ ഡോക്ടർ, നമുക്ക് ആ കോൾ ഡ്രോപ്പായി. ശരിക്കും നമ്മൾ പറഞ്ഞിട്ടിരുന്ന ട്രീറ്റ്മെന്റിന്റെ അത് കൂടുതൽ എക്സ്പെൻസീവ് ആണോ? സാധാരണ ലേസർ ട്രീറ്റ്മെന്റ് എക്സ്പെൻസീവ് അല്ല, എന്നാലും അത്ര വിചാരിക്കുന്ന അത്ര എക്സ്പെൻസീവ് ആയ ട്രീറ്റ്മെന്റ് നമ്മൾ സാധാരണ പോലെ തന്നെ, സാധാരണ ഡെന്റൽ ചികിത്സകൾ പോലെ തന്നെ വരുള്ളൂ. കൂടുതലായിട്ട് അങ്ങനെ വരില്ല. പിന്നെ സാധാരണ മിക്ക ചികിത്സകൾ തന്നെ നമുക്ക് സാധാരണ ഡെന്റൽ ചെയറിൽ തന്നെ ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ കൂടുതൽ ടൈം, അല്ലെങ്കിൽ പല ട്രീറ്റ്മെന്റ്സും എടുക്കുമ്പോൾ കൂടുതൽ ടൈം, സാധാരണയുള്ള ചികിത്സയ്ക്ക് കൂടുതൽ ടൈം എടുക്കുന്നു, പക്ഷേ ലേസർ ചികിത്സയ്ക്ക് അത്രയധികം സമയം എടുക്കുന്നില്ല. സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും സമയം നമുക്കിപ്പോൾ ഒരു കേസ് ചെയ്യാനായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യണം. ഡെന്റൽ ട്രീറ്റ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കുറച്ചൊരു ടൈം ഡോക്ടർക്ക് കൊടുക്കണം. ഞങ്ങൾക്ക് മറ്റുള്ള ചികിത്സകൾ പോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി വന്ന് നമുക്ക് എന്നാൽ മാത്രമേ ഞങ്ങളുടേതായിട്ടുള്ള ഒരു 100% എഫേർട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ. മിക്ക ആളുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ പല ട്രീറ്റ്മെൻറ്റ് വരെ ഓടിയും വരിക, എനിക്കിപ്പോൾ തന്നെ എല്ലാം ചെയ്യണം. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. പിന്നെ അതും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ആ കറക്റ്റ് സമയം എടുത്തിട്ട് ആ കറക്റ്റായിട്ട്, പിന്നെ ഞങ്ങളെ ചില കേസിന് പല്ല് വെച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ വർക്കുണ്ട്, അതിൻ്റെ ഒപ്പം ലാബിൻ്റെ വർക്കും ഉണ്ട്. അപ്പോൾ ടൈം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് കുറച്ചൊരു ടൈം എടുത്ത് വളരെ റിലാക്സ്ഡ് ഇതായിട്ട് ചെയ്യേണ്ട ഒരു, എന്നാൽ മാത്രമേ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അബ്ദുൽ ഖാദർ. ഡോക്ടർ ചോദിച്ചോളൂ. കണ്ണൂർ ബാത്തിശ്ശേരി അബ്ദുൽ ഖാദർ. കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടറെ, എന്റെ ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്തതാണ്. ഓക്കെ. അപ്പോ ഇപ്പം കടിക്കുമ്പോ വേദന വരുന്നുണ്ട്. ഓക്കെ. എത്ര കാലം മുമ്പാണ് റൂട്ട് കനാൽ ചെയ്തത്? ഒരു 4 മാസമായിട്ടുള്ളൂ. 4 മാസമായിട്ടുണ്ട്. ഓക്കെ. റൂട്ട് കനാൽ സാധാരണഗതിയിൽ റൂട്ട് കനാൽ ചെയ്താൽ വേദന വരേണ്ട ആവശ്യമില്ല. അത് റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം അത് ക്രൗൺ ചെയ്തായിരുന്നോ?
രണ്ടാമത് ക്രൗൺ ചെയ്തായിരുന്നോ? പല്ല് ക്യാപ്പ് പോലെ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഇല്ല, ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്തു, ഒരു പല്ല് പിന്നെ ഓൾസടച്ച്. ഓക്കെ, നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് മിക്ക ആളുകളും മറന്നു പോകുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരു പല്ല് വേദന വന്ന പല്ല് അത് അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നത്. ആ റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം നമ്മൾക്കൊരു അതിനൊരു ക്യാപ്പ് പോലെ കൊടുക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പല്ലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു. അപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. വെള്ളത്തിന്റെ അളവ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് എന്തുകൊണ്ടാണ് വേദന വന്നത് ഒന്ന് എനിക്ക് തോന്നുന്ന ഒരു എക്സ്റേ എടുത്ത് നോക്കണം. എന്തുകൊണ്ടാണ് റൂട്ട് കനാൽ, എങ്ങനെയാണ് അതിനൊന്ന് കറക്ഷൻ വേണമോ, രണ്ടാമത് ആയിട്ട് റൂട്ട് കനാൽ ചെയ്യണമോ, അതുപോലെ അത് ചെയ്ത ഫില്ലിങ് ഇളകി പോയിട്ടുള്ള പ്രശ്നമാണോ, ഒന്ന് കൺസേൺ ആ ഡോക്ടറെ ഒന്ന് കാണിച്ച് ഒന്ന് തീരുമാനമെടുക്കുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും ഡെന്റൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഡെന്റിസ്റ്റുകൾ പറയുന്ന ഒരു സജഷനാണ് പലപ്പോഴും ഒരു 6 മന്ത് കൂടുമ്പോൾ പല്ല് ഡോക്ടറെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ പോയിട്ട് ക്ലീൻ ചെയ്യിക്കണം. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? പല്ല് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ 6 മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യാൻ വളരെ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. 6 മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗാണുക്കൾക്ക് പെട്ടെന്ന് കടന്നു പോകാൻ, ശരീരത്തിൽ കടക്കാൻ ഒരു ആക്സസ് ആണ്, എളുപ്പത്തിൽ കടന്നു പോകാം. അപ്പോൾ അതുകൊണ്ട് മോണ പല്ലും ചേരുന്ന ഭാഗത്ത് നമ്മുടെ ഫുഡ് ഡെബ്രിസ്, അതുപോലെ തന്നെ സലൈവയിലുള്ള പ്രോട്ടീൻസ്, സലൈവ ഇതെല്ലാം മിക്സ് ആയിട്ട് ഒരു കാൽക്കുലസ്, ഒരു ചെറിയ ഡെപ്പോസിറ്റ് പോലെ വരും. ഈ ഡെപ്പോസിറ്റ്സ് കുറച്ചും കൂടി കട്ടിയായി കാൽസിഫൈ ചെയ്യുന്നു. ഈ കാൽസിഫൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രതലം അല്ലെങ്കിൽ ഒരു ഹാർട്ട് ടിഷ്യൂ, അത് ഒരുപാട് രോഗാണുക്കൾക്ക് അവിടെ ഇരിക്കാൻ സൗകര്യപ്രദമായ ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഇരിക്കാൻ നമുക്ക് മറ്റുള്ള ശരീരത്തിന് മറ്റുള്ള അസുഖങ്ങൾ വരുവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ പല്ലിനെ ഇളക്കം വരുവാനും, പല്ലിന് മോണരോഗം മാറിയ പെരിഡോണ്ടൈറ്റിസ്, പെരിഡോൺഷ്യത്തിലേക്ക് എഫക്റ്റ്, പെരിഡോൺഷ്യസ് കണക്റ്റീവ് ടിഷ്യൂ, പല്ലിൻ്റെ കണക്റ്റീവ് അതിലേക്ക് വരുവാനും പല ഇളകി പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ അങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ ഈ രോഗാണുകൾ പെട്ടെന്ന് തന്നെ ശരീരത്തിൽ സ്പ്രെഡ് ചെയ്യാൻ അവിടെ നിന്ന് ഒരു ഫോസൈ ഓഫ് ഇൻഫെക്ഷൻസ് ഒരു ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡികളിലാണെങ്കിൽ കുട്ടികളുടെ ബർത്ത് വെയിറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പല പിന്നെ കാർഡിയാക്കായുള്ള ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, വയറിനെ സംബന്ധിച്ച അസുഖങ്ങൾ പല അങ്ങനെ വരുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓറൽ വളരെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ട കാര്യം. അത് വളരെ 6 മാസത്തിലൊരിക്കൽ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് കൂടി സമയമായിട്ടുണ്ട്. മൈ ഡോക്ടറിൽ മറ്റൊരു ഇടവേള. ഗൃഹലക്ഷ്മി മെയ് 2 ലക്കം പാരന്റിംഗ് സ്പെഷ്യൽ. കുഞ്ഞുങ്ങൾ 5 മുതൽ 12 വയസ്സ് വരെ. സുരാജും അമ്മയും ഒരു ഹൃദയ സല്ലാപം. ജീവിതശൈലി രോഗങ്ങളും സെക്സും കൂടാതെ മറ്റു ഫീച്ചറുകളും. ഗൃഹലക്ഷ്മി മെയ് 2 ലക്കം ഇപ്പോൾ വിപണിയിൽ. എവർലാസ്റ്റ് അലുമിനിയം റൂഫിംഗ് ഷീറ്റ്സ് ഇപ്പോൾ കൂടുതൽ വീതി, കൂടുതൽ കവറേജ്. ഹിൻഡാൽകോ അലൂമിനിയം രംഗത്തെ വിശ്വപ്രമുഖരിൽ നിന്ന്. ചിന്തിക്കൂ മലയോളം. Basta Jeepers. Hey. Basta Jeepers. Got to say what you got to say. Basta Jeepers. Confidence, a feeling called Jeepers. മൈ ഡോക്ടർ തുടരുന്നു. ഡോക്ടർ, പലരുടെയും ഒരു പ്രശ്നമാണ് ഈ മോണകൾ സംബന്ധിച്ച്. അല്ലെങ്കിൽ ചിലർക്ക് വലിയ മോണയായിരിക്കും, ചിരിക്കുമ്പോൾ അതൊരു അഭംഗിയായി തോന്നാറുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു മുഖസൗന്ദര്യത്തെ തന്നെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും പല സെലിബ്രിറ്റീസ് ഉൾപ്പെടെയുള്ളവർ ഈ മോണ ഒരു പ്രശ്നമായിട്ട് തന്നെ പറയാറുണ്ട്. എന്താണ് അതിനൊരു ലേസർ ട്രീറ്റ്മെന്റ്? അതിന് മോണ സാധാരണഗതിയിൽ ഒരു ഗോഡ്സ് പ്രൊപ്പോർഷൻ, ഗോൾഡൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പല്ലിൻ്റെ സൈസ്, മോണ അല്ലെങ്കിൽ മോണയും പല്ലുമായിട്ടുള്ള വിഡ്ത്ത്, ഗ്യാപ്പ് എല്ലാം, ലെങ്ത്ത് എല്ലാമായിട്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മിസ്ക്രിപ്പൻസ്, ഒരു വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ചിരി ഒരു അഭംഗി വരാൻ ചാൻസ്. അതാണ് സെലിബ്രിറ്റി സംബന്ധിച്ചുള്ള പ്രശ്നം. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മോണയുടെ ലെങ്തനിങ് ചെയ്തിട്ട് മോണ കുറച്ചും കൂടി നമ്മൾ സ്മൈൽ ലൈനിന് കറക്റ്റായിട്ടായിരിക്കും മോണയുടെ സെനിത്ത് വരേണ്ടത്. അതല്ലാതെ കുറച്ചും കൂടി ചിലവരാകുമ്പോൾ ചിരിക്കുമ്പോൾ മോണ കാണാം അങ്ങനെ. അപ്പോൾ അത് ഒരു അഭംഗി കാരണം. അപ്പോൾ അത് ശരിക്കും ലേസർ കൊണ്ടിട്ട് ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ ചെയ്ത് മോണ കറക്റ്റ് ചെയ്ത് ആ പല്ലിൻ്റെ ലെങ്ത്ത് കൂട്ടി അത് ആ ന്യൂനത നമുക്ക് പരിഹരിക്കാവുന്നതാണ്. ഈ ലേസർ ബയോസ്റ്റിമുലേഷൻ പൊതുവെ ഇങ്ങനെ കേൾക്കുന്നൊരു വേർഡാണ്. എന്താണ് അത്? ഏത് സാഹചര്യത്തിലാണ് ബയോസ്റ്റിമുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? വളരെ ചെറിയ ഡോസിലുള്ള ലേസർ കിരണങ്ങൾ
നമ്മൾ എന്തെങ്കിലും രോഗം ബാധിതമായിട്ടുള്ള ഏരിയയിലേക്ക് കടത്തി വിടുന്നു. അത് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഡോസിൽ വളരെ കുറച്ച് ഡ്യൂറേഷനിലേക്ക് ഒരു 14 ആഴ്ച അല്ല ഒരു 14 ഡേയ്സ് അല്ല അങ്ങനെ ഒരു പ്രത്യേക ടൈം ലിമിറ്റിൽ. അപ്പോൾ അത് സാധാരണ വെച്ചാൽ നെർവിൽ നിന്നുണ്ടാകുന്ന വേദനകൾ, ന്യൂറാൾജിക് പെയിൻ, ജോയിൻറ്റിൽ താടിയെല്ലുകളുടെ ജോയിൻറ്റിൽ വരുന്ന വേദനകൾ, പിന്നെ അതുപോലെ തന്നെ നെർവ് ഇഞ്ചുറി, നെർവിൽ വരുന്ന മുറിവുകൾ, അതുകൊണ്ടുണ്ടാകുന്ന മരവിപ്പ്, അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ സെൽസിലും ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു വേർഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനാണ് ബയോസ്റ്റിമുലേഷൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നെർവ് ഇഞ്ചുറി വന്ന് നമ്പായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ഇത്രയും ആ ഷോർട്ട് ഡോസിൽ നമ്മൾ ലേസർ ഒരു പ്രത്യേക ദിവസത്തേക്ക് പ്രത്യേക അനുവാദത്തിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നെർവ് കണ്ടക്ഷൻ കൂട്ടുവാനും നെർവിൻ്റെ ഗ്രോത്ത് തന്നെ നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാനും നമുക്ക് സാധിക്കും. ആ പോസിറ്റീവ് വശങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ ബയോസ്റ്റിമുലേഷനിൽ ഒരു പ്ലാൻ തന്നെ ചെയ്യുന്നത്. വളരെ നന്ദി ഡോക്ടർ, ഇത്രയധികം വിവരങ്ങൾ പങ്കുവച്ചതിന്. ഇന്നത്തെ മൈ ഡോക്ടർ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ARMC മൈ ഡോക്ടർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ARMC. ആർക്കും താങ്ങാവുന്ന ചിലവിൽ ഒരു ക്ലിനിക് ഉണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ IVF ചികിത്സാ കേന്ദ്രം ARMC. പാലസ്, കേശവദാസപുരം. കേരള സമൂഹത്തിന്റെ ദൈനംദിന രാഷ്ട്രീയ ചലനങ്ങളുടെ സൂക്ഷ്മദർശനം, സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത വസ്തുനിഷ്ഠ നിലപാടുകളിൽ ഉറച്ച നിരീക്ഷണങ്ങൾ, ഓരോ മലയാളിയും ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്ന വാദങ്ങൾ, ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന സാമൂഹിക ചലനങ്ങളുടെ വിശകലനം. കാണുക ബിഗ് സ്റ്റോറി, തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7:30. ദിസ് ന്യൂസ് ജനങ്ങൾക്കു വേണ്ടി ബോബിയൻ മർഡോണ. Shaman or God? Number 1. Believe in God. Invest in God. Fried chicken. കാരുണ്യ, അനേകം ജീവിതങ്ങൾക്ക് പ്രത്യാശ. ടിക്കറ്റ് വില 50 രൂപ. നറുക്കെടുപ്പ് എല്ലാ ശനിയാഴ്ചയും. Celebration of gold and diamonds. Sky Jewelry, designed for generations. International certification in fire and safety lift technology fiber optics from TUV Rainland. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്. ജലഗണങ്ങളെ പ്രതിരോധിക്കുന്ന കോട്ടിംഗുള്ള ജിയോ റൂഫ് അൾട്ടിമ ആംഗിൾസിംഗ് റൂഫിംഗ് ഷീറ്റുകൾ. ഇനിയോ കൗലാൽ കൊതിയുണർത്തുന്ന അതേ രുചി. ഇനി ഒന്നും നോക്കാനില്ല. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. VKC പ്രൈഡ്, ഇന്ത്യയിലെ നമ്പർ 1 PU പാദരക്ഷകൾ.